ദൈവനാമത്തിന് മഹത്വം. അല്പനാൾക്ക് ശേഷം ഈ സഭയിലേക്ക് മടങ്ങി വരത്തക്കവണ്ണം ദൈവം സഹായിച്ചു. ഞാൻ ചെറുപ്പകാലത്തിലൊക്കെയും ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരവസരമാണ് ദൈവം ഇന്ന് അടിയന് നൽകിയിരുന്നത്. അത് ഓർത്ത് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. ഈ ഭാഗ്യകരമായ അവസരം തന്നതിനായിട്ട് ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കുന്നു. സഭയിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവർക്കുമുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് ഷാലീൻ സാജൻ തോമസ് എന്നാണ്. ഇവിടെ കുറേ പേർക്ക് അറിയാം, ചിലർക്ക് അറിയുകയില്ല. മിനു ആൻറ്റിയുടെ ചേച്ചിയുടെ മകനാണ് ഞാൻ, ജോഹാൻ ബ്രദറിൻ്റെ കസിൻ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെയും UAE-യിലാണ്. എൻ്റെ +2 പഠനം വരെ ഞാൻ UAE-യിലായിരുന്നു. അതിനുശേഷമാണ് ഡിഗ്രിയുള്ള ബന്ധത്തിൽ നാട്ടിലേക്ക് കടന്നു വരുന്നത്. UAE-യിൽ ക്രിസ്ത്യൻ ബ്രദറൻ അസംബ്ലി ഷാർജ എന്ന സഭയോടൊത്ത് ആ സഭയിലായിരുന്നപ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നതും സ്നാനപ്പെടുന്നതും ഒക്കെയും. 2018 നാട്ടിൽ കടന്നു വരുവാനും കോട്ടയത്ത് ഒരു കോളേജിൽ ഡിഗ്രിക്ക് ചേരുവാനും ഇടയായി. അത് പൂർത്തീകരിച്ചതിന് ശേഷം ഏറെ നാളത്തെ ആഗ്രഹം പോലെ ബൈബിൾ കോളേജിൽ ചേരുവാനിടയായി. പത്തനംതിട്ടയിലെ ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുവാനിടയായി. അത് ആ 3 വർഷം പഠനം പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഈ വർഷം ഈ ഫെബ്രുവരിയിലാണ് ഞാൻ MTH-മായി ഗ്രാജുവേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം പലവിധ ശുശ്രൂഷകളിൽ ഏർപ്പെടുവാൻ ദൈവം സഹായിച്ചു. പ്രത്യേകിച്ച് ഈ ഒരാഴ്ച ട്രിവാൻഡ്രത്ത് മണലയം, തേക്കുമൂട്, പിന്നീട് ഇവിടുത്തെ ഈ സഭ, അങ്ങനെ VBSകളിൽ ഏർപ്പെടുവാനും ദൈവം അവസരവും കൃപയും ശക്തിയും നൽകി. പ്രാർത്ഥനയ്ക്കായിട്ടൊരു വിഷയമുണ്ട്, സ്തോത്രത്തിനായിട്ടും പ്രാർത്ഥനയ്ക്കായിട്ടും ഒരു വിഷയമുണ്ട്. അടുത്ത മാസം ദൈവം സഹായിച്ചാൽ SBC ചെന്നൈ, സ്റ്റുവാർട്സ് ബൈബിൾ കോളേജ് ചെന്നൈയിലേക്ക് പഠിപ്പിക്കുവാനായി തക്കവണ്ണം അവിടെ ശുശ്രൂഷയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അവിടേക്ക് കടന്നു പോകുവാനും ആ സേവനം അനുഷ്ഠിക്കാൻ തക്കവണ്ണം കൃപ ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചു കൊള്ളുന്നു. പലർക്കും പറയുന്നത് എനിക്കൊരു അപ്പനുണ്ട്, അമ്മയുണ്ട്, ഒരു അനിയനും ഉണ്ട്. പ്രിയ മകൻ VBSന് ഫസ്റ്റ് ഡേ ഇവിടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നീട് 2 ദിവസം വോളണ്ടിയർ ആയിട്ട് ഈ സഭയെ സേവിക്കാൻ തക്കവണ്ണം, ശുശ്രൂഷിക്കാൻ തക്കവണ്ണം ദൈവം അവൻ അവസരം കൊടുത്തു, കൃപ കൊടുത്തു. അതിനായിട്ട് സ്തോത്രം. അമ്മ ഇപ്പോൾ ജോലി ചെയ്യുന്നു, ഡാഡി ഭവനത്തിലായിരിക്കുന്നു. കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചു കൊള്ളുന്നു. മാലം സഭയിൽ നിന്നാണ് നിങ്ങൾ കടന്നു വരുന്നത്. മാലം സഭയെ ഓർത്തും ശുശ്രൂഷകളെ ഓർത്തും പ്രാർത്ഥിക്കണമെന്നും അപേക്ഷിച്ചു കൊള്ളുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായി ഇന്നൊരു വേദഭാഗത്തിൽ കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദിനവൃത്താന്തങ്ങൾ 2-ാം പുസ്തകം 7:14 ഇരമ്യാ പ്രവചനം 33:3 ഈ 2 വേദഭാഗങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവജനത്തിന് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനുള്ള സമയമായി എന്നാണ് ഈ 2 വചനവും പഠിപ്പിക്കുന്നത്. എങ്ങനെ ദൈവത്തിലേക്ക് മടങ്ങി വരയണം എന്ന് ഈ 2 വേദഭാഗങ്ങളും പഠിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ ആധുനിക കാലത്ത് നാം കേൾക്കുന്ന ഒരു വാചകമാണ് നമ്മുടെ പ്രവർത്തികളിലും ഉപദേശത്തിലും വചനത്തിലേക്ക് മടങ്ങി വരിക, അല്ലെങ്കിൽ ദൈവം വെച്ച മാർഗത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളത്. എന്നാൽ എങ്ങനെയാണ് ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ സാധിക്കുക? ദൈവത്തിൻ്റെ ജനത്തിന് തിരിച്ച് ദൈവത്തിൻ്റെ ക്രിയകളിലേക്കും ദൈവത്തിൻ്റെ ഹിതത്തിലേക്കും മടങ്ങി വരുവാൻ എങ്ങനെ സാധിക്കുന്നുവെന്ന് പഴയ നിയമത്തിൽ ഏറ്റവും വ്യക്തമായി യഹോവ തന്നെ പ്രവാചകന്മാരിൽ കൂടെയും തൻ്റെ സ്വന്തം ശബ്ദത്തിൽ കൂടെയും തൻ്റെ ജനത്തെ അറിയിച്ചു കൊള്ളുന്നു. അങ്ങനെ 2 വേദഭാഗങ്ങൾ ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഏറെ ഇഷ്ടവും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യം ഉള്ള ഒരു വാക്യമാണിത്. ഇരമ്യാവിൻ്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യം, ജെറമായ ചാപ്റ്റർ 33:3. ഇത് ആര് അരുളി ചെയ്യുന്നു എന്നും കൂടി 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. യഹോവ സകലത്തെയും മെനഞ്ഞ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച് യഹോവ തന്നെ ഇത് ചെയ്യുന്നു, ഇത് പറയുന്നു. എന്താണ് യഹോവ തൻ്റെ ജനത്തോട് ഇരമ്യാ പ്രവാചകനോട് പറയുന്നത്? എന്നെ വിളിച്ചപേക്ഷിക്കുക. ഇസ്രായേൽ മക്കൾ പാപം ചെയ്ത് യഹോവയിൽ നിന്ന് അകന്നുപോയവരായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിട്ടും തൻ്റെ പേരിൽ യഹോവയുടെ നാമത്തിൽ അറിയപ്പെട്ട ജനമായിട്ടും ചുറ്റുമുള്ളവരെ പോലെ തന്നെ പാപം ചെയ്തിട്ട് ഇസ്രായേൽ മക്കൾ വഴുതി മാറുന്നതായിട്ട് പഴയ നിയമത്തിൽ മുഴുവൻ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ ആ ഒരു അവസ്ഥയിൽ നിന്ന് മടങ്ങി വരിക എന്നാണ് യഹോവ തൻ്റെ ജനത്തോട് കൽപ്പിക്കുന്നത്. അതിനാദ്യത്തെ പടിയായി യഹോവ നൽകുന്നത് എന്നെ വിളിച്ചപേക്ഷിക്കുക എന്നുള്ളതാണ്. എൻ്റെ നാമത്തെ, നിങ്ങൾ ആരുടെ നാമത്തിൽ അറിയപ്പെടുന്നു ആ നാമത്തിൽ. ദിനവൃത്താന്ത പുസ്തകം 2-ാം ദിനവൃത്താന്ത പുസ്തകം 7:14 കാണുന്നു, എൻ്റെ പേരിൽ അറിയപ്പെടുന്ന എൻ്റെ ജനം, എൻ്റെ നാമത്താൽ വിളിക്കപ്പെട്ട എൻ്റെ ജനം. പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനം മനസ്സിലാക്കേണ്ടുന്ന ഒരു വാസ്തവം ഉണ്ടായിരുന്നു. അവർ ആരുടെ നാമത്തിലാണ് വിളിക്കപ്പെട്ടത്?
അവരുടെ പിതാവായ അബ്രഹാമിനെ ആരാണ് വിളിച്ച് വേർതിരിച്ചു കൊണ്ടുവന്നത്? ആരാണ് തന്റെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം കൊടുത്തത്? ആരാണ് അവർ മിസ്രൈമിൽ നിന്ന് അവരുടെ പിതാക്കന്മാരെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചത്? ആ യഹോവയെ വിളിച്ചപേക്ഷിക്കുവാനാണ് യിരെമ്യാ പ്രവാചകനിൽ കൂടി യഹോവ അവരോട് പറയുന്നത്, എന്നെ വിളിച്ച് അപേക്ഷിക്കുക. നമുക്കറിയാം, പുതിയ നിയമം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ഏറ്റവും കൂടുതലായി ചെയ്തുകൊണ്ടിരുന്ന പാപം, ഏറ്റവും കാഠിന്യമേറിയ പാപം, അത് വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്നുള്ളതായിരുന്നു. ചുറ്റുമുള്ള രാജ്യക്കാരൻ, ചുറ്റുമുള്ള ജാതികളുടെ ദൈവങ്ങളെ അവരുടെ സ്വന്തം ദൈവമായി എടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അവർ ആ ദൈവത്തെ സേവിച്ചുകൊണ്ടാണ് നടന്നത്. യഹോവ ആ ദൈവങ്ങളുടെ മധ്യേ മറ്റൊരു ദൈവമായി അവരുടെ ജീവിതത്തിൽ, അവരുടെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അത് ഒരിക്കലും ദൈവം അനുവദിച്ചിട്ടല്ല, അല്ലെങ്കിൽ ദൈവം അങ്ങനെയല്ല അവരോട് കൽപ്പിച്ചത്. ചിലപ്പോൾ ഒരു ആർഗ്യുമെന്റ് വരാറുണ്ട് പഴയ നിയമത്തിൽ, അതായത് ആ സമയത്ത് 2000 BC ആ സമയത്തൊക്കെയും ആ സ്ഥലത്ത് നടന്നത് പൊതുവെ അനേക ദൈവങ്ങളെ ആരാധിക്കുക എന്നുള്ളതായിരുന്നു. അതിലൊരു ദൈവമായിരുന്നു യഹോവ എന്നതായിരുന്നു. അങ്ങനെ അനേക ദൈവങ്ങളെ സേവിക്കുന്നവരിൽ നിന്ന് ഒരു ദൈവത്തെ സേവിക്കുന്നവർ വന്നു എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് കാണുവാൻ സാധിക്കും, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം, ആദിയിൽ ദൈവം, ഇൻ ദ ബിഗിനിങ് ഗോഡ്. ആ ഉൽപ്പത്തി പുസ്തകത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ക്രിയേഷൻ അക്കൗണ്ടിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്, ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമുക്ക് അത് എവല്യൂഷനെ കുറിച്ച് അതിനെതിരായിട്ടും അങ്ങനെ കുറെ ഉപദേശങ്ങൾക്ക് എതിരായിട്ടും നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും. എന്നാൽ ആ സമയത്തുള്ളവർക്ക് മറ്റ് ദൈവങ്ങളെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം, മറ്റ് ദൈവങ്ങളെ ചിത്രത്തിൽ നിന്ന് മാറ്റുവാനാണ് യഹോവ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ആരെ സൃഷ്ടിച്ചു എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. സൂര്യനെ ആരാധിക്കുന്നവരോട് പറയുന്നു, സൂര്യനെ സൃഷ്ടിച്ചത് പിന്നീടാണ്, ആദ്യം യഹോവ മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റ് മരങ്ങളെയും മൃഗങ്ങളെയും ആരാധിക്കുന്നവരോട് ഉൽപ്പത്തി പുസ്തകം പറയുന്നത്, അവരാരുമല്ല ആദ്യം ഉണ്ടായിരുന്നത്, ആദിയിൽ ദൈവം തന്നെ, യഹോവ തന്നെ, ഇസ്രായേലിനെ വിളിച്ച ദൈവം തന്നെയാണ് ആദിയിൽ ഉണ്ടായിരുന്നത്. മറ്റെല്ലാം പിന്നീട് സൃഷ്ടിക്കപ്പെട്ടവയാണെന്ന് ഉൽപ്പത്തി പുസ്തകം അവരോട് വിളിച്ചു പറയുന്നു. നാം അന്നത്തെ ചരിത്രം പഠിച്ചു നോക്കിയാൽ, അന്നത്തെ കൾച്ചർ പഠിച്ചു നോക്കിയാൽ, അവിടെ ഒരു രാജ്യം മറ്റേ രാജ്യത്ത് ഒരു രാജ്യം തോൽപ്പിക്കുന്നുവെങ്കിൽ ജയാളിയായ രാജ്യം തൻ്റെ ദൈവം മറ്റ് രാജ്യത്തിന്റെ ദൈവത്തെ തോൽപ്പിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഉദാഹരണം, മിസ്രൈമിലുള്ളവർ ഇസ്രായേലിനെ തോൽപ്പിച്ചാൽ മിസ്രൈമിന്റെ ദൈവം അല്ലെങ്കിൽ ദൈവങ്ങൾ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ തോൽപ്പിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അശ്രീയിലുള്ള ജനം വന്ന് ഇസ്രായേലിനെ തോൽപ്പിച്ചുവെങ്കിൽ അശ്രീയുടെ ദൈവങ്ങൾ ഇസ്രായേലിന്റെ ദൈവത്തെ തോൽപ്പിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ ഇവിടെ യഹോവ പറയുന്നു, നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുക, നിങ്ങൾ എന്നെ മാത്രം വിളിച്ചപേക്ഷിക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിന്റെ ക്രമം ഇങ്ങനെയാണ്: അവർ സമാധാനത്തോടെ വസിക്കുന്നു, പിന്നീട് അവർ ദൈവത്തെ മറന്നു പോകുന്നു. ദൈവത്തെ മറന്നു പോകുമ്പോൾ ദൈവം അവർ ശിക്ഷാവിധി കൊടുക്കുന്നു. മറ്റൊരു രാജ്യം അവർ തോൽപ്പിക്കാൻ ഇടയാകുന്നു. അതിനുശേഷം ആ വേദന മൂലം ഇസ്രായേൽ മക്കൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതായിട്ട് നാം കാണുന്നു. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, യഥാർത്ഥ ദൈവത്തെ അവർ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം അവരെ രക്ഷിക്കുവാൻ തക്കവണ്ണം ന്യായാധിപന്മാരെ അവിടെ ആക്കി വെക്കും. ന്യായാധിപന്മാരെ ആ ജനത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ഉയർത്തും. അതാണ് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ചരിത്രം. പക്ഷെ ആ ന്യായാധിപന്മാർ അവരെ വിടുവിച്ചതിന് ശേഷം, അവർക്ക് നീണ്ട അനേക പതിറ്റാണ്ടുകൾ സമാധാനത്തിന് ശേഷം പിന്നെയും വരുന്ന തലമുറ പിതാക്കന്മാർ ചെയ്ത പാപത്തിന് മീതെയുള്ള പാപങ്ങൾ ചെയ്ത്, അതിലും കാഠിന്യമേറിയ പാപം ചെയ്താണ് പിന്നീട് ജീവിക്കുന്നത്. അവിടെ പിന്നെയും ദൈവത്തെ മറന്നുകൊണ്ട് ദൂരവേ പോകുകയാണ്. മിസ്രൈമിലെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ആ ജനം അവിടെ അടിമകളാകുന്നു. പക്ഷെ ഓരോ ബാധകളിൽ കൂടെയും ഇസ്രായേലിന്റെ ദൈവം യഹോവ മിസ്രൈമ്യരുടെ ഓരോ ദൈവങ്ങളെയും തോൽപ്പിക്കുകയായിരുന്നു. ഇസ്രായേൽ ജനം തൻ്റെ സ്വന്തം ദൈവത്തിൽ നിന്ന് മാറിപ്പോയത് കൊണ്ട് അവിടെ അവർ പല രാജ്യങ്ങൾക്കും അടിമകളായി തീരുന്നു. പല രാജ്യങ്ങളുടെയും ചാട്ടവാറും അടിയും യുദ്ധത്തിലും അവർ മരിക്കുകയുണ്ടായി, അവർ തോൽവി അനുഭവിക്കുകയുണ്ടായി. അപ്പോൾ ചുറ്റുമുള്ള രാജ്യങ്ങൾ പറയുന്നത്, ഈ ജനത്തിന്റെ ദൈവത്തിന് യാതൊരു ശക്തിയുമില്ല, നിങ്ങളുടെ ദൈവം എവിടെ? നിങ്ങളുടെ ദൈവത്തിന് യാതൊരു ശക്തിയുമില്ല, ഞങ്ങളുടെ ദൈവത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഹെസക്കിയാ രാജാവിന്റെ സമയത്ത് അന്യ രാജാക്കന്മാർ വന്ന് പറയുന്നത്, ഞങ്ങളുടെ നേരെ ഞങ്ങൾക്കെതിരെ നിൽക്കുവാൻ യാതൊരു ദൈവങ്ങളും യാതൊരു ജനത്തിനും കഴിഞ്ഞില്ല. പിന്നെ തനിക്ക് അല്ലെങ്കിൽ താങ്കളുടെ ദൈവത്തിന് എന്ത് ശക്തിയാണ്, എന്ത് പ്രത്യേകതയാണുള്ളത്? ഞങ്ങളെ എങ്ങനെ തോൽപ്പിക്കുവാൻ കഴിയും? അവരുടെ പാപം നിമിത്തമാണ് അവർ തോൽക്കുവാൻ ഇടയായത്.
അവരുടെ പാപം നിമിത്തം അവർ തോൽക്കുക മാത്രമല്ല അവർ ആരുടെ നാമത്താൽ വിളിക്കപ്പെട്ടുവോ ആ നാമം മറ്റുള്ള രാജ്യത്തിന് മുൻപിൽ ദുഷിക്കപ്പെടുവാൻ ഇടയായി. യഹോവയുടെ ശക്തി ചുറ്റുമുള്ളവർ മനസ്സിലാക്കാതെ പോയി. ദൈവത്തിന്റെ ഹിതം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കളെ വിളിച്ച് വേർതിരിച്ച് അവരെ ഒരു ഉദാഹരണമായി മറ്റ് രാജ്യങ്ങളുടെ മുൻപിൽ നിർത്തുവാനായിരുന്നു. യഥാർത്ഥമായ ദൈവം ആര് എന്ന് ഇസ്രായേൽ മക്കളിൽ കൂടെ കാണിക്കുവാനായിരുന്നു ദൈവത്തിന്റെ ഹിതം. യഥാർത്ഥ ദൈവം, സത്യദൈവത്തിന്റെ പ്രമാണങ്ങൾ എങ്ങനെ, സത്യദൈവത്തിന്റെ വിശുദ്ധി എങ്ങനെയുള്ളത് എന്ന് മറ്റുള്ള രാജ്യങ്ങളെ കാണിക്കുവാൻ തക്കവണ്ണം ഒരു പുരോഹിത വർഗമായിട്ടാണ് ഇസ്രായേൽ മക്കളെ ദൈവം തിരഞ്ഞെടുത്തതും ദൈവം വിളിച്ചതും. പക്ഷെ ദൈവം എന്തിനു വേണ്ടി വിളിച്ചോ ആ ഉദ്ദേശം, ആ ലക്ഷ്യം ഇസ്രായേൽ മക്കൾക്ക് പ്രാപിക്കുവാൻ സാധിച്ചില്ല. അതിന് കാരണം അവരുടെ പാപങ്ങളായിരുന്നു. അന്യദൈവങ്ങളുടെ പുറകെ പോകുകയും അന്യദൈവങ്ങളെ സേവിക്കുകയും ചെയ്തു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അനേക ആവർത്തി അവർ കരഞ്ഞതിനു ശേഷം പിന്നെയും പാപം ചെയ്തിട്ട് പിന്നെയും ഒരിക്കൽ ദൈവത്തോട് അവർ അപേക്ഷിക്കുമ്പോൾ ദൈവം പറയുന്നൊരു വാക്കുണ്ട്, ഇനിയും നിങ്ങൾ സേവിച്ചിരുന്ന ആ ദൈവങ്ങളോട് പോയി അപേക്ഷിക്കുക. ഇനി എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരണ്ട. ഇത്രയും നാൾ നിങ്ങൾ സേവിച്ചിരുന്ന അന്യ ദൈവങ്ങളെ പോയി അപേക്ഷിക്കുക. അവർ നിങ്ങൾക്ക് ഉത്തരം തരുമോ എന്ന് നോക്കാം. അവർ നിങ്ങളെ വിടുവിക്കുകയോ എന്ന് നമുക്ക് നോക്കുവാൻ സാധിക്കും. പക്ഷെ ആ പുസ്തകത്തിലൊന്നും അന്യ ദൈവങ്ങളല്ല അവർക്ക് അനുകൂലമായി നിൽക്കുന്നത്. എന്നാൽ അല്പം കഴിഞ്ഞ് ദൈവം തന്നെയാണ് ന്യായാധിപന്മാരെ ഉയർത്തി അവരെ രക്ഷിക്കുന്നത്. പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തത്തെ വിശ്വസ്തയോടെ മുറുകെ പിടിക്കുന്ന ഒരു യഹോവ അവർക്കുള്ളത് കൊണ്ടാണ് പഴയ നിയമത്തിൽ അവർക്ക് നിലനിൽപ്പ് ഉണ്ടാകുന്നത്. ഇവിടെ യഹോവ പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുക. നിങ്ങൾ ഇത്രയും നാൾ ചെയ്ത പാപങ്ങളൊക്കെയും ഞാൻ മറക്കാം. നിങ്ങളുടെ ചരിത്രത്തിൽ ചെയ്ത ഘോരമായ പാപങ്ങൾ ഞാൻ മറക്കാം. എന്നെ വിളിച്ചപേക്ഷിക്കുക. സർവവും സൃഷ്ടിച്ച് എന്നെ വിളിച്ചപേക്ഷിക്കുക. അന്യ ദൈവങ്ങളെ വെടിയുക. നമുക്ക് മുൻപോട്ട് വായിക്കാം. 3-ാം വാക്യത്തിന്റെ അടുത്ത ഭാഗം, ഞാൻ നിനക്ക് ഉത്തരം അരുളും. വേറെ ആരും നിങ്ങൾക്ക് ഉത്തരം അരുളാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവം അല്ല. ഞാനാണ് നിങ്ങളെ വിളിച്ചത്. ഞാനാണ് നിങ്ങളെ വിളിച്ച് വേർതിരിച്ചത്. പിതാക്കന്മാർ മുതൽ നിങ്ങളോട് വിശ്വസ്തത കാണിക്കുന്ന ദൈവം ഞാൻ മാത്രമാണ്. എന്നെ വിളിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളും എന്നീ 2 വാചകത്തിന് മധ്യേ വേറൊരു സംഭവം കൂടി നടക്കുന്നുണ്ട്. എന്നെ വിളിച്ചപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ ആ അപേക്ഷയിൽ ചില കാര്യങ്ങൾ ഉള്ളടങ്ങിയിട്ടുണ്ട്. അതാണ് ദിനവൃത്താന്തങ്ങളുടെ 2-ാമത്തെ പുസ്തകത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നാം കാണുന്നത്. ആ വാക്യം കൂടെ എടുത്ത് വായിക്കണം. 2 Chronicles chapter 7 verse 14. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ആദ്യമായി ചെയ്യേണ്ടത്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആദ്യമായി ചെയ്യുന്നത് തങ്ങളെ തന്നെ താഴ്ത്തുക. അഹങ്കാരമായിരുന്നു ഇവരുടെ പ്രശ്നം. രാജാക്കന്മാരുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ യഹോവയുടെ ബലത്താൽ അവർ 1, 2, 3 യുദ്ധങ്ങൾ ജയിച്ചതിന് ശേഷം പിന്നീട് സ്വന്തം ശക്തിയാൽ ഞാൻ ജയിച്ചു എന്ന ധൈര്യത്തോടെ സ്വന്തം ബലത്തിൽ ഊന്നിക്കൊണ്ട് സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് തനിക്ക് ചുറ്റുമുള്ള പോരാളികളുടെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് യുദ്ധത്തിന് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, രഥങ്ങളിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച്. രഥങ്ങളിൽ ആശ്രയിക്കുന്നു, കുതിരകളിലല്ല ബലമിരിക്കുന്നത്, കുതിരകളിലല്ല ജയമിരിക്കുന്നത്, രഥങ്ങളുടെ എണ്ണത്തിലല്ല ജയമിരിക്കുന്നത്. എന്നാൽ യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ മാത്രമേ യുദ്ധത്തിൽ ജയിക്കുകയുള്ളൂ. രാജാക്കന്മാരുടെ ചരിത്രം കാണുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1, അഹങ്കാരം. പക്ഷെ അവർ ഇവിടെ കാണുന്നത് യഹോവയെങ്കിലേക്ക് തിരിഞ്ഞു വരണമെങ്കിൽ ശലോമോനോട് ദൈവം പറയുന്നത് തന്നെ താൻ താഴ്ത്തണം. എൻ്റെ ജനം എൻ്റെ മുൻപിൽ തങ്ങളെ തന്നെ താഴ്ത്തുന്നുവെങ്കിൽ അതാണ് തിരിച്ചു വരവിൻ്റെ അല്ലെങ്കിൽ യഹോവയെ വിളിച്ചപേക്ഷിക്കുന്നതിൻ്റെ ആദ്യത്തെ പടി. തങ്ങളെ തന്നെ താഴ്ത്തുക, അഹങ്കാരത്തെ വെടിയുക. ആരാണ് തങ്ങളെ വിളിച്ചത്, ആരാണ് തങ്ങളെ ബലപ്പെടുത്തിയതെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, സ്വന്തം ബലമല്ല അവരെ ഇത്രയും നാളം നിലനിർത്തിയത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളെ തന്നെ താഴ്ത്തുക. പിന്നീട് മുൻപോട്ട് വായിക്കുമ്പോൾ നാം കാണുന്നു, തന്നെ താൻ താഴ്ത്തി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം, തനിക്ക് വേണ്ടി തന്നെയും ജനത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ആരെങ്കിലുമൊക്കെയും ആ ജനത്തിന് മധ്യേ ഉണ്ടായിരിക്കണമായിരുന്നു. നമുക്കറിയാം, യഹോവയിൽ നിന്നുള്ള വചനം അത് മനുഷ്യരിലേക്ക് എത്തിയത്, ഇസ്രായേൽ മക്കളിലേക്ക് എത്തിയത് പ്രവാചകന്മാർ മൂലമാണ്. ന്യായപ്രമാണം പഠിപ്പിക്കുന്നത് പുരോഹിതന്മാരുടെ ഉത്തരവാദിത്തമായിരുന്നു. ഇങ്ങനെയൊക്കെയും യഹോവ തന്നെ നിർണയങ്ങൾ ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുമ്പോൾ അത് മനസ്സിലാക്കി
അത് മനസ്സിലാക്കുന്ന നീതിമാന്മാരായുള്ളവർ അവർ പ്രാർത്ഥിച്ച് തൻ്റെ ജനത്തിന് വേണ്ടി, തനിക്ക് വേണ്ടി, തങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയും നിലനിൽപ്പിന് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. പ്രാർത്ഥന എന്നുള്ള വൃഥാവായ നാമത്തിൽ മറ്റ് ജാതികളോട്, ദൈവങ്ങളോട്, മറ്റ് അന്യദൈവങ്ങളോട് അവർ കാണിച്ചിരുന്നൊന്നുമല്ല യഥാർത്ഥമായ പ്രാർത്ഥന. യഥാർത്ഥ സത്യ ദൈവത്തിന്റെ മുൻപിൽ താഴ്മയോടെ വന്ന് അവരുടെ ആവശ്യങ്ങൾ മുൻപിൽ വെച്ച് യഥാർത്ഥമായ ദൈവത്തോട് അപേക്ഷിക്കുക എന്നതാണ് പ്രാർത്ഥന. ഇവിടെ തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിക്കുക, എൻ്റെ മുഖം അന്വേഷിക്കുക. എൻ്റെ മുഖം അന്വേഷിക്കുക എന്ന് പറയുന്നത് ദൈവം ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യമാണ്. അവരുടെ മുഖം, അവരുടെ അധരങ്ങൾ എൻ്റെ നേരെ തിരിഞ്ഞിരിക്കുന്നുവെങ്കിലും അവരുടെ മുതുകാണ് എൻ്റെ നേരെ തിരിഞ്ഞിരിക്കുന്നത്. അവരുടെ ഹൃദയം എനിക്കുള്ളതല്ല. അവരുടെ ബാഹികമായ പ്രവർത്തികൾ മാത്രമാണ്, അത് മാത്രമേ എനിക്ക് വേണ്ടിയുള്ളൂ. പക്ഷേ അവരുടെ ഹൃദയങ്ങളോ അവർ ചെയ്യുന്ന പ്രവർത്തികളോ ഒന്നും തന്നെ എൻ്റെ ഹിതത്തിനൊത്തല്ല, അല്ലെങ്കിൽ എൻ്റെ വിശുദ്ധിക്കൊത്തതല്ല എന്നാണ് ദൈവം അവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ വസിക്കുന്ന ഒരു മനുഷ്യനാണ് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നത്. 1-ാം സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ 3 വാക്യം നമുക്ക് വായിക്കാം. 1-ാം സങ്കീർത്തനം ആദ്യത്തെ 3 വാക്യങ്ങൾ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റിരകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഇസ്രായേൽ മക്കൾ ചെയ്യുന്നതൊക്കെയും, ഇസ്രായേൽ മക്കൾ പോരാടുന്ന യുദ്ധങ്ങളൊക്കെയും അവർക്ക് ജയിക്കണമെങ്കിൽ അവർക്ക് ഒറ്റ മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ: യഹോവയുടെ മുഖം അന്വേഷിക്കുക. യഹോവയുടെ മുഖം അന്വേഷിക്കുക എന്ന് വെച്ചാൽ യഹോവ തൻ്റെ വിശുദ്ധിയെക്കുറിച്ചും തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും വെളിപ്പെടുത്തിയിരിക്കുന്ന ന്യായപ്രമാണം, തൻ്റെ നിർണയങ്ങളും വിധികളും പഠിക്കുക, ധ്യാനിക്കുക, അതിൽ സന്തോഷിക്കുക എന്നുള്ളതായിരുന്നു. ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് അത് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കാൻ തക്കവണ്ണമാണ്. ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ, മനസ്സിൽ വസിക്കുന്ന ഒരു വസ്തുതയാണ്. പക്ഷെ മനുഷ്യൻ പാപം ചെയ്ത് മാറിപ്പോയപ്പോൾ മനുഷ്യന്റെ ഹൃദയമൊക്കെയും മാറിപ്പോയി. മനുഷ്യന്റെ ഹൃദയം സത്യദൈവത്തിൽ നിന്ന് മറുതലിച്ച് മാറിപ്പോയി. എന്നാലും തന്നേക്കാൾ വലുതെന്തിനെയോ ആരാധിക്കണമെന്ന് ഈ മനുഷ്യന് ബോധ്യമുണ്ടായിരുന്നു. തന്നേക്കാൾ വലുതായ എന്തോ ഒന്നിനെ ആരാധിക്കണം, അല്ലെങ്കിൽ എന്തോ ഒന്നിനെ പിന്തുടരണം എന്ന് ഈ മനുഷ്യന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പാപിയായ മനുഷ്യന് തൻ്റെ ജഡത്തെ സന്തോഷിപ്പിക്കുവാൻ തക്കവണ്ണവും കാര്യങ്ങൾ ചെയ്യുവാൻ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നാം പണ്ട് മുതൽ ഇന്ന് വരെയും കാണുന്ന അന്യ ദൈവങ്ങളുടെ പല പ്രാർത്ഥനകളും പല ചടങ്ങുകളും അത് ജഡസുഖങ്ങളെ, ജഡത്തിന്റെ സുഖത്തെ വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ജഡത്തെ സാറ്റിസ്ഫൈ ചെയ്യുവാൻ തക്കവണ്ണമാണ് ഓരോ പ്രവൃത്തികളും ചടങ്ങുകളും റിച്വൽസും വരുന്നത്. എന്തിനെയോ ആരാധിക്കണമെന്നറിയാം, പക്ഷെ എന്തിനെയാണ് ആരാധിക്കണം എന്നറിയുകയില്ല. പക്ഷെ അതേസമയം തന്നെ ആ ആരാധനയിൽ കൂടി, അന്യദൈവങ്ങളോട് കാണിക്കുന്ന ആ റിച്വൽസിൽ കൂടി അവരുടെ ജഡത്തെയും തന്നെ ജഡഭോഗങ്ങളിൽ വസിക്കുകയാണ് ഒരു മനുഷ്യൻ ചെയ്യുന്നത്. അതാണ് പാപിയായ മനുഷ്യന്റെ അവസ്ഥ. പക്ഷെ അങ്ങനെയുള്ള അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന അവസ്ഥയിൽ നിന്നാണ് അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചത്. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു. പക്ഷെ എന്നിട്ടും ഈ ജനത്തിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തിന് പണ്ടേ ഉള്ളൊരു പ്രശ്നമാണ്: ചുറ്റുമുള്ളവർ എങ്ങനെ നടക്കുന്നുവോ അങ്ങനെ തന്നെ അവർക്ക് നടക്കണം. മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം കാണുന്ന ഒരു ദൈവത്തെ അവർക്ക് വേണമായിരുന്നു. അവരെന്ത് കണ്ട് വളർന്നുവോ അത് അവർക്ക് ഒന്നുകൂടെ വേണമായിരുന്നു. അവർക്കൊരു ദൈവത്തെ കാണണമായിരുന്നു. കാണാത്ത ഒരു ദൈവത്തെ പിൻഗമിക്കുവാനോ കാണാത്ത ഒരു ദൈവത്തിൽ വിശ്വസിക്കുവാനോ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് മോശ പർവ്വതത്തിലേക്ക് മാറിയപ്പോൾ, മോശ വരാതായപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കാണുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക് വേണം. ആ ദൈവമാണ് ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചത്. ആ ദൈവത്തെ അവർക്ക് കിട്ടി. പക്ഷെ അവിടെ ദൈവത്തിന്റെ കൽപ്പന അവർ ലംഘിച്ചു എന്ന് കാണുവാൻ സാധിക്കും. പിന്നീട് ചരിത്ര പുസ്തകത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു, ഞങ്ങൾക്കും ചുറ്റുമുള്ളത് പോലുള്ള ഒരു രാജാവ് വേണം. ദൈവം അവർക്കൊരു രാജാവ് തക്ക സമയത്ത് അവർക്ക് വാഗ്ദത്തം ചെയ്തിരുന്നു. ദൈവം അവർക്കൊരു രാജാവിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവർക്ക് എത്രയും പെട്ടെന്ന് ചുറ്റുമുള്ളവർ എങ്ങനെ നടക്കുന്നുവോ അതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവ് വേണമെന്ന് പറയുകയുണ്ടായി. ചുറ്റുമുള്ളവർ എന്ത് ചെയ്യുന്നു അതുപോലെ ചെയ്യുവാൻ ഏറെ ഇങ്ങനെയുള്ളൊരു ജനമായിരുന്നു ഇസ്രായേൽ മക്കൾ. എന്തിനു വേണ്ടി അവർ വിളിക്കപ്പെട്ടോ അതിന് നേരെ വിപരീതമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കൂട്ടം ജനമായിരുന്നു ഇസ്രായേൽ മക്കൾ. പക്ഷെ ഇവിടെ ദൈവം പറയുന്നു, അങ്ങനെയല്ല നിങ്ങൾ നടക്കേണ്ടത്. നിങ്ങൾ അതിനായല്ല വിളിക്കപ്പെട്ടിരിക്കുന്നത്.
തിരിച്ച് നമുക്ക് ദിനവൃത്താന്ത പുസ്തകങ്ങളിലേക്ക് വരാം. അവിടെ പറയുന്നൊരു വസ്തുതയുണ്ട്, നിങ്ങൾ എൻ്റെ മുഖം അന്വേഷിക്കണം. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ പറയുന്നത്, അന്വേഷിക്കണമെങ്കിൽ എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ. യഹോവയുടെ മുഖം അന്വേഷിക്കുമ്പോൾ അതിൽ തന്നെ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് തൻ്റെ ദുർമാർഗങ്ങളിൽ നിന്ന് തിരിയുക എന്നുള്ളത്. യഥാർത്ഥമായ സേവിങ് ഫെയ്ത്ത്, രക്ഷിക്കപ്പെടുത്തുന്ന ആ വിശ്വാസത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ഒരു വസ്തുതയാണ് മാനസാന്തരം, റിപ്പൻറ്റൻസ്, ഒരു മടങ്ങിവരവ്. വിശ്വാസം ജീവിതത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു വ്യത്യാസം, ആ ഒരു യൂറ്റൺ, ദുർമാർഗങ്ങളെ വിട്ടുവരുന്ന ആ ഒരു പ്രവൃത്തി, യഹോവയെങ്കിലേക്ക് തിരിച്ച് വരേണ്ട ജനത്തിന് വരേണ്ട ഒരു സ്വഭാവമാണ് നമ്മൾ ഈ കാണുന്നത്. യഹോവയുടെ മുഖത്തെ അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ. ന്യായപ്രമാണങ്ങളെ വായിക്കുമ്പോൾ, യഹോവയുടെ നീതിയുള്ള വിധികളെ വായിക്കുമ്പോൾ, അവർ ജീവിതങ്ങളിൽ ചെയ്ത പ്രവർത്തികളെ എല്ലാം മുൻപിൽ കാണുമ്പോൾ യഹോവയുടെ മുൻപിൽ ഒരു പാപവും മറഞ്ഞിരിപ്പില്ല, സകലവും അവന് മുൻപിൽ വെളിവായിരിക്കുന്നു. ആ ഒരു സ്ഥിതിയിൽ നിൽക്കുമ്പോൾ ഏതൊരു മനുഷ്യനും ചെയ്യേണ്ടത്, ഇസ്രായേൽ മക്കൾ ചെയ്യേണ്ടിയിരുന്നത് ആ ദുർമാർഗങ്ങളിൽ നിന്ന് തിരിയുക എന്നതായിരുന്നു. യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ യെശയ്യാ പ്രവാചകന്റെ വിളിയെക്കുറിച്ച് നാം കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് തിരിയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം. അവിടെ നാം കാണുന്നു, യെശയ്യാ പ്രവാചകൻ ദൈവത്തിന്റെ തേജസ്സിന്റെ മുൻപിൽ, ദൈവത്തിന്റെ വിശുദ്ധിക്ക് മുൻപിൽ നിൽക്കുമ്പോൾ, കഴിഞ്ഞ അധ്യായങ്ങളിൽ നിനക്ക് അയ്യോ കഷ്ടം, ജനത്തിന് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ അതേ പ്രവാചകൻ പറയുന്നു, എനിക്ക് അയ്യോ കഷ്ടം. ദൈവത്തിന്റെ തേജസ്സും വിശുദ്ധിയും കണ്ട യെശയ്യാവ് തൻ്റെ സ്വന്തം പാപങ്ങൾ ആ സമയത്ത് കാണുകയുണ്ടായി. യഹോവയുടെ മുഖം അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക്, യഹോവയുടെ പ്രകാശത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ സ്വന്തം ജീവിതത്തിലെ പാപങ്ങൾ ഏറ്റവും വെളിവായി കാണുവാൻ സാധിക്കും. തൻ്റെ ജീവിതത്തിൽ അത് വെളിപ്പെടുവാൻ തുടങ്ങും. പക്ഷെ ആ പാപങ്ങൾ വെളിപ്പെടുമ്പോൾ അതിൽ നിന്ന് പിന്തിരിയുക, അല്ലെങ്കിൽ ആ ദുർമാർഗങ്ങളെ വെടിയുക എന്നതാണ് ഇസ്രായേൽ ജനത്തെക്കുറിച്ചും ഇന്ന് നമ്മളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. അങ്ങനെയാണ് നാം അവിടെ വായിക്കുന്നത്. ദൈവം ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവം വാഗ്ദത്തം ചെയ്തതൊക്കെയും അവർക്ക് ലഭിക്കണമെങ്കിൽ അവർക്ക് നിബന്ധനകളുണ്ട്. ഒന്ന്, ദൈവത്തിലേക്ക് മടങ്ങി വരിക, എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. അതിൽ ഉള്ളടങ്ങിയിരിക്കുന്നത് എൻ്റെ മുഖത്തെ അന്വേഷിക്കുക, എൻ്റെ മുൻപിൽ തന്നെത്താൻ താഴ്ത്തുക, എന്നോട് പ്രാർത്ഥിക്കുക, ദുർമാർഗങ്ങളെ വെടിഞ്ഞ് മടങ്ങി വരിക. നമുക്ക് ഇരമ്യാവിന്റെ പുസ്തകത്തിലേക്ക് മടങ്ങി വരാം. ഇരമ്യാവിന്റെ പ്രവചനം 33-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ നാം കാണുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളും, നീ അറിയാത്ത മഹത്തായും അഗോചരമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഞാൻ പറയുകയുണ്ടായി, മിസ്രയീമിൽ ആയിരുന്നപ്പോൾ ഇസ്രായേൽ മക്കളെ അടിമത്തത്തിൽ നിന്ന് അതിഭയങ്കരമായി യഹോവ അവരെ വിടുവിച്ചു. ഓരോ ബാധകളാൽ ഫറവോന്റെ ഹൃദയത്തെ ഇടിച്ചു തകർത്തു. അവിടെ ഉള്ള എല്ലാ ദൈവങ്ങളെയും യഹോവ അവിടെ തോൽപ്പിക്കുന്നതായി കാണിച്ചു. അതിനുശേഷം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലേക്ക് നടന്നു വന്നപ്പോൾ ചെങ്കടലിന് മുൻപേ അവർ നിന്നുപോയപ്പോൾ അവിടെയും യഹോവ ഇന്ന് വരെയും കേട്ടിട്ടില്ലാത്ത മഹാ അത്ഭുതം അവിടെ പ്രവർത്തിച്ചു. കിഴക്കൻ കാറ്റടുപ്പിച്ച് ആ ചെങ്കടലിനെ രണ്ടായി പിളർന്നു. ഈ ചരിത്രമൊക്കെയും ഈ ഇസ്രായേൽ ജനത്തിന് അറിയാം. തന്റെ പിതാക്കന്മാരെ എങ്ങനെ രക്ഷിച്ചുവെന്നും തന്റെ പിതാക്കന്മാരെ എങ്ങനെ വിളിച്ചു വേർതിരിച്ചുവെന്നും ഒക്കെയും ഈ ജനത്തിന് അറിയാം. എങ്കിലും അവരുടെ ജീവിതത്തിൽ ഈ യഹോവയെ സേവിക്കുവാൻ അവർക്ക് മനസ്സിലായിരുന്നു. പക്ഷെ പ്രശ്നങ്ങളിൽ ഏർപ്പെടുമ്പോൾ, അന്യരാജ്യക്കാർ ഇവരെ വന്ന് തോൽപ്പിക്കുമ്പോൾ അന്ന് അവർ യഹോവയെ ഓർക്കും. അവരാണ് യഹോവയോട് പറയുന്നത്, എന്നെ വിളിച്ചപേക്ഷിക്കുക, നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ, ഇന്ന് വരെയും കേട്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും, സംഭവിക്കും. അവിടെ ഇസ്രായേൽ മക്കളെ രക്ഷിച്ചു, ചെങ്കടലിൽ നിന്ന് രക്ഷിച്ചു. പിന്നീട് ഭക്ഷണമില്ലാത്തപ്പോൾ അവർക്ക് മന്ന കൊടുത്തു, കാടപ്പക്ഷിയെ കൊടുത്തു. അവർക്ക് ആവശ്യമായുള്ളതെല്ലാം മരുഭൂമിയിൽ അവർ കൊടുത്തു. സൂര്യനിൽ നിന്നുള്ള സംരക്ഷണം കൊടുത്തു, രാത്രിയുടെ തണുപ്പിൽ നിന്നുള്ള സംരക്ഷണം കൊടുത്തു, രാത്രിയുടെ അന്ധകാരത്തിൽ നിന്ന് അവർക്ക് സംരക്ഷണം കൊടുത്തു. അവർക്ക് ആവശ്യമായുള്ളതെല്ലാം വാഗ്ദത്ത ദേശം വരെയും അവരെ എത്തിച്ചു. അവിടെയും വലിയ വലിയ രാജാക്കന്മാരുടെ മുൻപിൽ അവർക്ക് വിജയം കൊടുത്ത് ഇസ്രായേൽ മക്കളെ ദൈവം അവിടെ ഉയർത്തുകയുണ്ടായി. പക്ഷെ പിന്നെയും വരുമ്പോൾ നാം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നു, യോശുവയും ആ കാലത്തെ ആ തലമുറയിൽ ഉണ്ടായിരുന്നവരൊക്കെയും മരിച്ചതിനു ശേഷം പിന്നീട് യഹോവയെയും യഹോവയുടെ നാമത്തെ
അറിയാത്തതുമായ യഹോവയുടെ പ്രവൃത്തികളെയും അറിയാത്ത മറ്റൊരു തലമുറ വന്നു. അങ്ങനെ ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നടക്കരുത് എന്ന് വെച്ചാണ് നമ്മൾ ഈ VBS ഒക്കെയും ഓർഗനൈസ് ചെയ്യുന്നത്. പല ക്യാമ്പുകളും ഓർഗനൈസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം, നമ്മൾ സേവിച്ചു വന്ന, നമ്മൾ ഭയത്തോടെ വളർന്നു വന്ന യഹോവയെ വരും തലമുറകളും അറിയണം. വരും തലമുറകളും ഞാൻ സേവിച്ച ദൈവത്തെ, ഞങ്ങൾ സേവിച്ച ദൈവത്തെ അറിയണം എന്ന് വെച്ചാണ് പല പരിപാടികളും പല ശുശ്രൂഷകളും നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. മറ്റൊരു തലമുറ, യഹോവയെയും യഹോവയുടെ പ്രവൃത്തികളെയും അറിയാത്ത മറ്റൊരു തലമുറ ഇവിടെ നാം കാണുന്നുവെങ്കിൽ, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം വരളും, നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. 126 സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 126 സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ഇസ്രായേൽ മക്കൾ പാപം ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് ബാബിലോണി രാജ്യത്തിന്റെ അടിമത്തത്തിൽ ഏർപ്പെടേണ്ടതായിട്ട് വന്നു. നാം ചരിത്ര പുസ്തകം പഠിക്കുമ്പോൾ യഹോവയെ വിട്ട് അവർ ഏത് രാജ്യത്തിന്റെ സംരക്ഷണത്തിൽ ഏർപ്പെടുവാൻ ശ്രമിക്കുന്നു, ഏത് രാജ്യത്തോട് സന്ധിയിൽ ഏർപ്പെടുവാൻ ശ്രമിക്കുന്നു, ആ രാജ്യം തന്നെയാണ് പിന്നീട് അവർക്കെതിരെ വരുന്നതും യുദ്ധം ചെയ്യുന്നതും അവർക്കെതിരെ ജയിക്കുന്നതും. അവർ ഈ മിസ്രൈമിനെ നോക്കിയപ്പോഴും അസ്രയ രാജ്യത്ത് നോക്കിയപ്പോഴും ബാബിലോൺ രാജ്യത്ത് നോക്കിയപ്പോഴും ആ രാജ്യങ്ങളൊക്കെയും പിന്നീട് കടന്നു വന്ന് ഇവരെ തോൽപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഒരു തോൽവിയിൽ അവർക്ക് പ്രവാസകാലത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ഏതാണ്ട് 70ഓളം വർഷങ്ങൾ അവർ പ്രവാസകാലത്തായിരുന്നു. പിന്നീട് അവരുടെ ദേവാലയം തകർന്നു പോകുവാൻ ഇടയായി. പക്ഷേ അവർ ആ പ്രവാസകാലത്തിലായിരുന്നപ്പോൾ, അവർ അന്യദേശത്തായിരുന്നപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രക്ഷ അവർക്ക് വന്നു. അത്രയും നാൾ പാപം മുഖാന്തരം അവർ ആ പ്രവാസകാലത്തിലായപ്പോൾ അവർ അനുഭവിച്ച വേദനയൊക്കെയും സങ്കീർത്തനങ്ങൾ നാം കാണുന്നു. എങ്ങനെയാണ് അന്യദേശത്ത് ദേവാലയത്തിൽ പാടേണ്ട പാട്ടുകളൊക്കെയും ഞങ്ങൾ പാടുന്നതെന്ന് സങ്കീർത്തനക്കാരൻ വേദനയോടെ ചോദിക്കുന്നത് നാം കാണുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ആ പ്രവാസകാലത്ത് നിന്ന് രക്ഷപ്പെടുന്ന ആ ജനത്തിൻ്റെ ഒരു സന്തോഷത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്യമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. അവർക്കതൊരു അത്ഭുതമായിരുന്നു. അവർ ചിന്തിക്കാത്ത ഒരു അത്ഭുതമായിരുന്നു അവരുടെ ജീവിതത്തിൽ നടന്നത്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ജനം, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന ജനം, ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന ജനം, അവരുടെ ജീവിതങ്ങളിൽ ദൈവം അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യും. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നാം പ്രാർത്ഥിക്കുക, തിരിയുക എന്നൊക്കെ പറയുകയുണ്ടായി. അത് കേവലം മാതാപിതാക്കളോ അല്ലെങ്കിൽ മുതിർന്ന തലമുറയോ മാത്രമല്ല, ആബാലവൃദ്ധം എല്ലാവരും യഹോവയെങ്കിലേക്ക് തിരിയേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ യഹോവയെങ്കിലേക്ക് തിരിയണമെങ്കിൽ അതിന് ആദ്യ ചുവടെടുക്കേണ്ടത് ആ മൈക്രോസ്കോപ്പിക് യൂണിറ്റ് ലെവലിൽ ആരാണ് ആദ്യ ചുവടെടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നാം പോകേണ്ടതായിട്ടിരിക്കുന്നു. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ നാം മോശ ഇസ്രായേലോട് പറയുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം കൂടി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. യഹോവയെങ്കിലേക്ക് ഒരു ജനം മടങ്ങി വരണമെങ്കിൽ, ആ മടങ്ങി വരവിന് സ്ഥിരത ഉണ്ടാവണമെങ്കിൽ, ആ മടങ്ങി വരവിന് ഒരു ദീർഘകാലം ആയുസ് ഉണ്ടാവണമെങ്കിൽ, ഇവിടെ കാണുന്നത് പോലെ നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. യഹോവയുടെ ന്യായപ്രമാണങ്ങൾ സ്വന്തമായി പഠിച്ച് പാലിച്ചാൽ മാത്രം പോരാ, നിന്റെ മക്കൾക്കും അത് പഠിപ്പിച്ചു കൊടുക്കണം. അത് ഒരു ലെവലിൽ നോക്കിയാൽ അതൊരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തമാണ്, മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്, പിന്നെയും വളർന്നു വരുമ്പോൾ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്, സമൂഹത്തിൽ മുൻപതിൽ നിൽക്കുന്നവരുടെ നേതാക്കന്മാരുടെ ഉത്തരവാദിത്തമായിട്ടാണ് നാം കാണുന്നത്. പുരോഹിതന്മാരുടെയും പ്രവാചകന്മാരുടെയും ഉത്തരവാദിത്തമാണ്. ഇവിടെ എല്ലാം നാം കാണുന്ന കാര്യം ഒരു തലമുറ മാത്രമല്ല, പിന്നീടുള്ള തലമുറകളും യഹോവയെ കുറിച്ച് അറിയിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നീ വീട്ടിലിരിക്കുമ്പോഴും പാപം നിന്നെ പിടിക്കുവാനായിട്ട് സംഗതിയുണ്ട്. വഴി നടക്കുമ്പോൾ നിന്റെ കണ്ണ് തെറ്റി പാപത്തിൽ വീഴുവാൻ ഇടയുണ്ട്. നീ കിടക്കുമ്പോഴും നിന്റെ ചിന്തകൾ പാപത്തിലായി പോകുവാൻ സാധ്യതയുണ്ട്. എഴുന്നേൽക്കുമ്പോഴും ആ പാപത്തിന് ചിന്തകൾ നിന്റെ മനസ്സിൽ, ജീവിതത്തിൽ അത് നിയന്ത്രണം
പിടിക്കുവാൻ സാധ്യതയുണ്ട്. ഓരോ ഘട്ടത്തിലും ഒരു വിശ്വാസിക്ക് പോകുമ്പോഴും ഓരോ ഘട്ടത്തിലും പാപം തന്നെ പിടിക്കുവാനായിട്ട് ഇടയുണ്ട്. പാപത്തിൽ വീഴുവാനും ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് മാറിപ്പോകുവാനും ഇടയുണ്ട്. പക്ഷെ അതൊന്നും സംഭവിക്കാതിരിക്കേണ്ടതിനായിട്ട് ഓരോ ഘട്ടത്തിലും വീട്ടിലിരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും കട്ടിലിൽ കിടക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ അനുസരിപ്പാനും അത് ഓർത്ത് അത് ധ്യാനിച്ച് പഠിപ്പിച്ചും ഇരിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതാണ് പഴയ നിയമത്തിൽ നിന്ന് യഹോവ ഏറ്റവും വ്യക്തമായിട്ട് പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും തീത്തോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, എല്ലാവരെയും കുറിച്ച് പറയുന്നുണ്ട്. വൃദ്ധന്മാരെയും മുതിർന്ന സഹോദരിമാരെയും യുവ സഹോദരിമാരെയും യുവാക്കന്മാരെയും കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എല്ലാവരെയും അവരെല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പൗലോസ് അവിടെ സംസാരിക്കുന്നത്. അവിടെ നാം കാണുന്ന ഒരു പദമുണ്ട്, തീത്തോസിന്റെ ലേഖനം 2-ാം വാക്യത്തിൽ നാം കാണുന്ന പദമുണ്ട്, അവരെ പ്രബോധിപ്പിക്കുക. അവരെ പ്രബോധിപ്പിക്കുക എന്നൊരു പദമുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം പുൾപിറ്റിൽ നിന്ന് പ്രസംഗിച്ച് അല്ലെങ്കിൽ ഇത് പ്രഘോഷിപ്പിച്ച് അവരെ മാറ്റുക എന്നതിൽ അതിനുപരി അവരെ ചേർത്ത് നിർത്തി അവരെ ഗൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വത്തെ കാണിക്കുന്ന ഒരു കാര്യമാണ്. അവരെ ചേർത്ത് നിർത്തി അവരെ പഠിപ്പിക്കുകയും യഹോവ എന്ത് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് അവരോട് പറയുകയും ചെയ്യണം. യഹോവയുടെ വിശുദ്ധിയാണ് നമ്മുടെ മാനദണ്ഡം. ലോകത്തിന്റെ വിശുദ്ധിയോ ലോകത്തിന്റെ നടപ്പോ അല്ല. പൗലോസോടെ പറയുന്നു, യുവാക്കളും യുവതികളും ഒക്കെയും അങ്ങനെ തന്നെ പ്രബോധിപ്പിക്കുക, അവരെ പഠിപ്പിക്കുക, അവരെ ചേർത്ത് നിർത്തി അവരെ ആ രീതിയിൽ മുൻപോട്ട് നയിക്കുക. ഇങ്ങനെയുള്ളൊരു വൈഡ് സ്കെയിൽ ഡിസൈപ്പിൾഷിപ്പ് മാത്രമേ യഹോവയെങ്കിലേക്ക് തിരിയുവാൻ നമ്മളെ സഹായിക്കുകയുള്ളൂ. യഹോവയെങ്കിലേക്ക് തിരിയുവാൻ വഴിയുണ്ട്, മാർഗമുണ്ട്. പക്ഷെ അത് എളുപ്പമുള്ളൊരു മാർഗമല്ല. ദുർമാർഗങ്ങളെ വിട്ട് നമ്മുടെ പഴയ സ്വഭാവങ്ങളെ വെടിഞ്ഞുകൊണ്ട് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട് പുതിയ മനുഷ്യൻ എന്ന രീതിയിൽ ആ ജീവിതം ആ ബോധ്യത്തോടു കൂടി ജീവിക്കുക. എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. മറ്റ് രഥങ്ങളെയോ കുതിരകളെയോ ചുറ്റുമുള്ളവരെയോ അല്ല ആശ്രയിക്കേണ്ടത്. ആര് നിങ്ങളെ വിളിച്ചോ അവന്റെ നാമത്തിൽ ആശ്രയിക്കുക. ഞാൻ നിനക്ക് ഉത്തരം അരുളും. താഴ്മയായി എൻ്റെ മുൻപിൽ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും എൻ്റെ മുഖം അന്വേഷിക്കുകയും ചെയ്യുന്ന ആ ജനത്തിന് ഞാൻ ഉത്തരമരുളും. അവരുടെ ജീവിതത്തിൽ അവർക്ക് അത്ഭുതങ്ങളെ കാണിച്ചു കൊടുക്കും. ദൈവം കാണിക്കുന്ന വലിയൊരു വാഗ്ദത്തമാണ്, ദൈവം ചെയ്യുന്ന വലിയൊരു വാഗ്ദത്തമാണ് നാം ബൈബിളിൽ പൊതുവെ കാണുന്നത്. മടങ്ങി വരുന്ന ജനത്തിന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ. ഇന്ന് നാം ഈ പുതിയ നിയമസഭയിൽ ആ രീതിയിൽ ജീവിച്ചു പോകുമ്പോൾ, വിശ്വാസികളായി ജീവിച്ചു പോകുമ്പോൾ, കർത്താവ് രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ജനം എന്ന രീതിയിൽ നാം യഹോവയെങ്കിലേക്ക് തിരിഞ്ഞു വരേണ്ട സമയമായിരിക്കുന്നു. ദൈവം നമ്മളെ ഏത് രീതിയിൽ വിളിക്കുന്നു, എന്താണ് ദൈവം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മെ മാത്രമല്ല നമ്മുടെ അടുത്ത തലമുറയും ഒരുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മൾ ബലപ്പെടുത്തട്ടെ. ഈ അവസരം സഭയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ദൈവം നാം മഹത്വമാറാകട്ടെ.